ലൂക്ക, ലൂക്ക, കത്രീന, ഇവിടെ ആരുമില്ലേ? ഒരാവശ്യത്തിന് വിളിച്ച ഒറ്റ ഒരെണ്ണത്തിനെ കാണില്ല. എന്താ ഇത്? മാറി മാർട്ടിൻ, എന്റെ മാർട്ടിൻ, 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 എന്റെ മാർട്ടിൻ വന്നു. മാർട്ടിൻ, എന്റെ മാർട്ടിൻ. എനിക്കറിയാം, നീ എവിടെ അടച്ചിരുന്നാലും ഞാൻ വന്ന് വിളിച്ചാൽ വാതിൽ തുറക്കുമെന്ന്. സോഫിയ, തുറക്ക്. ഇല്ല, തുറക്കാൻ. മാർട്ടിൻ ഉണ്ടാക്കിയതല്ല, നീ എടുത്തില്ലേ? ഇനി എന്തിനാ ഇവിടെ? മാർട്ടിന്റെ ഏറ്റവും വിലയേറിയ വസ്തു ഇവിടെ ഇരിക്കല്ലേ? നീ നിന്നെ സോഫിയ, ഒരു പ്രാവശ്യം അത്ര മതി. സോഫിയ, ഇപ്പൊ ഈ മുറിവ് എനിക്ക് സാരമില്ല, പക്ഷേ ഇത് വേദനിക്കും. ഞാൻ ആഗ്രഹിച്ചത് നേടിയില്ലെങ്കിൽ ഡിസൂസ വിചാരിച്ച ഇപ്പോ ഈ രാത്രി നിന്നെ കൊണ്ട് എനിക്ക് പായ വിരിപ്പിക്കും. കേട്ടോടി?
മാഡം? അത് താൻ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ആ തോമാച്ചന്റെ കടയിൽ വരെ ഒന്ന് പോയി. അതിനിടയ്ക്ക് എന്താ മാഡം കത്തിയൊക്കെ ആയിട്ട്? ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് കഴിയണമെങ്കിൽ ഇതുപോലെ ഒരു ആയുധം ആവശ്യം വരും. മാഡം എന്ത് പറ്റി? ഡിസോസ. ഓഹോ. ലൂക്കാ, എന്താ മാഡം? ആരാ നോക്കി? അവനായിരിക്കും ആ ഡിസൂസ. കൊല്ലും ഞാൻ. മാഡം ധൈര്യമായിട്ടിരിക്കും. ഇതിനൊക്കെ ഞാൻ മതി. ഇത്തിരി വയസ്സായി പോയെന്നേ ഉള്ളൂ. പഴയ അടവുകളൊന്നും ലൂക്ക മറന്നിട്ടില്ല. ഞാൻ ജീവനോട് ഇരിക്കുകയാണെങ്കിൽ മാഡത്തിനൊന്നും സംഭവിക്കില്ല. ഇതെന്താ താനേ തുറക്കുന്ന കഥ? ഇവിടെ കുട്ടിച്ചാത്തന്റെ എന്താണ് എന്നാ പിന്നെ കമ്പിപ്പാൻ എടുത്തോണ്ട് വരാത്തത്? പറഞ്ഞുതരാം. മിസസ് മാർട്ടിൻ ഉണ്ടോ അകത്ത്? ഉണ്ടെങ്കിലാ എനിക്ക് അവിടെ നിന്ന് കാണണം. പണം തരാനുള്ളവന് ഒലക്കാണോ കൊടുക്കുന്നത്? വിടറോ? എവിടെ മിസസ് മാർട്ടിൻ? അർജന്റ് കാര്യമാണ്. അർജന്റ് കാര്യമാണ്. കഥ കിടക്കരുത്, കഥ കിടക്കരുത്. ചതിക്കല്ലേ, ചതിക്കല്ലേ. ഒന്നും കഥ തുറന്നേ മാമ. ആരാ ലൂക്ക ബെല്ലടിച്ചത്? ഏതോ ഒരു ബോറൻ. എന്തോ അത്യാവശ്യ കാര്യമുണ്ട് പോലും. മാഡത്തിനെ ഒന്ന് കാണണമെന്ന്. എനിക്ക് ആരെയും കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞില്ലേ? ആഹാ. പണി കളിച്ചേരാ. വാതില് തുറക്ക്, കഥക്ക് തുറക്കാൻ. അവന്റെ ഒടുക്കത്തെ ഒരു ബെല്ലടി. സ്വിച്ച് ഓഫ് ആക്കിയ. എടാ കിളവാ, വാതില് തുറക്കാൻ, വാതില് തുറക്കാൻ. അങ്ങനങ്ങ് പോവാൻ പറ്റൂ? സോളമൻ കാശ് കിട്ടാതെ പോകുന്ന പ്രശ്നമില്ല. ജനല ഉണ്ടാക്കിയപ്പോ മാർട്ടിൻ സേഫ് ആയിട്ടങ്ങോട്ട്. ഒരു മുറിക്കകത്ത് കയറാൻ മണിക്കൂർ ഒന്ന്. സൂക്ഷിച്ച് സൂക്ഷിച്ച് എന്റെ മോനെ. പിതാവ് മാർട്ടിന്റെ വിധവ. ഈ വിധവ എന്നൊക്കെ പറഞ്ഞപ്പോ ഇത്രയും ചെറുപ്പോ സുന്ദരിയായിരിക്കും വിചാരിച്ചില്ല. ബ്യൂട്ടിഫുൾ, റിയലി ബ്യൂട്ടിഫുൾ.
ഇവിടെ ഈ കറുത്ത മറുകില മൊത്തം വേണ്ടത്. എന്നോടാണോ പറഞ്ഞേ? എന്നാലും ഒന്ന് കൊടുത്താലോ? പണം വേണോ? മൊത്തം വേണോ? പണം മതി, പണം മതി. പ്രേമമേ വിടാ. അയ്യോ, ഇത് ഞാനാ. പണം ചോദിക്കാം. പണം ചോദിക്കാം. എന്തോ വരുന്നു മാഡം. എന്താ മാഡം? ആ മുറിയിൽ ആരോ. താനെന്നാ ലൈറ്റിട്ടേ. അവനാ ആ ബെല്ലടിച്ചവൻ. ഐ എം സോറി മാഡം, ഞാൻ കുറെ കാലം മിലിറ്ററിയിൽ ഉണ്ടായിരുന്നേ, ഒരു 5 കൊല്ലം. ഏത് അടച്ച വാതിലും തുറക്കാൻ പ്രത്യേകം ട്രെയിനിങ് ലഭിച്ചവരാ ഞങ്ങൾ മിലിറ്ററിക്കാര്. കൂര വിളിച്ചും ഞങ്ങൾ അകത്ത് കയറും. ഓടായാലും കോൺക്രീറ്റ് ആയാലും ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല. ഞാൻ കണ്ട്. പുറത്തേക്ക് പോടൂ. തനിക്ക് അറിയില്ല എന്നെ. എന്നെ കൊന്നേ, എന്നെ കൊന്നേ. ഞാൻ താൻ ചത്തില്ലടോ. ലക്ഷ്യം തെറ്റാറില്ല എനിക്ക്. ബി കെയർഫുൾ. എന്താ തന്റെ പേരെന്ന് പറഞ്ഞേ? ലൂക്ക. രാത്രിയിൽ ഒരു ഗസ്റ്റ് വന്ന അയാളോട് മാന്യമായി പെരുമാറാൻ പഠിക്കണം ആദ്യം. എന്താ? എന്നാൽ എന്റെ ഹൂക്ക ആദ്യെന്ന് സാറിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ. കൊണ്ടുപോണോ? ഹായ്, ഐ എം സോളമൻ അലക്സ്. കോൾ മീ സോളമൻ. അതാ എനിക്കിഷ്ടം. ബ്യൂട്ടിഫുൾ മാർട്ടിന്റെ എണ്ണച്ചായ ചിത്രം. മാർട്ടിനെ ഞാൻ ആദ്യമായി കാണുന്നത് ഐ തിങ്ക് 9 months ബിഫോർ ഒരു റേസ് കോഴ്സിൽ വെച്ചായിരുന്നു. ഈ റേസിൽ എനിക്കും ചെറിയൊരു ക്രേസ് ഉണ്ടായിരുന്നേ. പണം പോക മിക്കപ്പോഴും. അന്ന് മാർട്ടിന് ഒരു ഫേവറേറ്റ് ഹോഴ്സ് ഉണ്ടായിരുന്നല്ലോ. എന്താ അതിന്റെ പേര്? എന്റെ നാമ്പിലുണ്ടത്. എന്താ പ്രശ്നം? എന്താ പറ്റിയേ? കൊടുത്തോളൂ. ടോബിക്ക് ഒരു എക്സ്ട്രാ ബാഗ് ഓട്സ് കൂടെ കൊടുത്തോളൂ. അതെന്താ പെട്ടെന്നൊരു എക്സ്ട്രാ ബാഗ് ഓട്സ്? എന്താടോ ഹൂക്ക? ലൂക്കെങ്കിൽ ലൂക്ക. എന്താടോ? എന്താ ടോബിക്ക്? ടോബിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കുതിരയുടെ പേര് കേൾക്കുമ്പോ മാഡത്തിന് ഭർത്താവിന്റെ മുഖം ഓർമ്മ വരും. ചിരിക്കാതെങ്ങനാ മാഡം? കുതിരയുടെ പേര് കേൾക്കുമ്പോ ഭർത്താവിന്റെ മുഖം ഓർമ്മ വരുമെന്ന്. മാർട്ടിന്റെ മുഖത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. വന്ന കാര്യം പറഞ്ഞില്ല. പറയാം. ഈ വിൻഡോസ് ഒക്കെ ഒന്ന് തുറന്നിട്ടാ കുറച്ച് കാറ്റും വെളിച്ചവും കിട്ടും. എനിക്ക് ഇത്രയും കാറ്റും വെളിച്ചമൊക്കെ മതി. എഗൈൻ വന്ന കാര്യം പറഞ്ഞില്ല. അതെ, എനിക്ക് 2.5 ലക്ഷം രൂപ വേണം. ഇപ്പോ ഈ നിമിഷം. പോയിട്ട് വേറെ പണിയുള്ളതാ. 2.5 ലക്ഷം രൂപയോ? യെസ്. അതെ, ഈ ചെക്ക് നിങ്ങളുടെ ഭർത്താവ് മാർട്ടിൻ്റെതാ. അത് വേണ്ട. അയാള് മരിക്കണേന് മുമ്പ് ഞങ്ങളുടെ കമ്പനിക്ക് തന്നത്. പുള്ളിയുമായി ചില ബിസിനസ് ബന്ധങ്ങളൊക്കെ ഞങ്ങളുടെ കമ്പനിക്ക് ഉണ്ടായിരുന്നേ. അൺഫോർച്ചുനേറ്റ്ലി ചെക്ക് പാസ്സാകുന്നതിന് മുമ്പേ മാർട്ടിൻ പാസ്ഡ് അവേ. സോ ഞങ്ങളത് ഫർദർ സ്റ്റെപ്സ് ഒന്നും എടുത്തില്ല ഇതുവരെ. പക്ഷേ നാളെ ഞങ്ങൾക്ക് അഗ്രികൾച്ചറൽ ബാങ്കുമായി ചില ഡീലിംഗ് സെറ്റിൽ ചെയ്യാനുണ്ട്. ഇതിപ്പോ ഈ കാശിന് പഞ്ഞോടായിട്ടല്ല, എന്നാലും ഒരു 2.5 ലക്ഷത്തിന്റെ കുറവ്. ജസ്റ്റ് 2.5 lakhs. മനസ്സിലായില്ലേ? കാശ് കിട്ടിയാ പോകാമായിരുന്നു. കാര്യങ്ങളൊക്കെ ശരിയാ. മാത്രമല്ല എന്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി വെച്ച ലയബിലിറ്റീസ് ഒക്കെ സെറ്റിൽ ചെയ്യാൻ ഞാൻ തയ്യാറുമാണ്. നിങ്ങളുടേതടക്കം. പക്ഷെ ഇന്ന് പറ്റില്ല. നാളെ കഴിഞ്ഞ് മറ്റന്നാ എന്റെ മാനേജർ ടൗണിൽ നിന്ന് വരും. അപ്പോഴാവട്ടെ. അത് പറ്റില്ല. പണം എനിക്ക് ഇന്ന് വേണം, ഈ രാത്രി. ഞാൻ പറഞ്ഞില്ലേ നാളെ കഴിഞ്ഞ് മറ്റന്നാ തരാം. അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? പണത്തിന് പഞ്ഞമില്ലെന്നല്ലേ പറഞ്ഞത്? നിങ്ങളൊന്ന് പോവോ? ഞാനിപ്പോ ഉറങ്ങാനുള്ള മൂഡില്ല. മാത്രമല്ല ഇന്നെന്റെ മാട്ടി മരിച്ചിട്ട് 7 മാസം തികയ.
മണി മാറ്റർ സംസാരിക്കാനുള്ള ഒരു മൂഡിലല്ല ഞാൻ. മാഡം, പൈസ എനിക്ക് ഇന്ന് കിട്ടിയേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം കഴിയട്ടെ, അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ കള്ളവാ, പണത്തിന് പഞ്ഞില്ല എന്നൊക്കെ. ശരിക്കും വല്ലാത്തൊരു ഗതികേടില്ല ഞാൻ. ഈ പൈസ കിട്ടിയില്ലെങ്കിൽ നാളെ എന്റെ ഫാക്ടറിയും മെഷീനറീസും ഒക്കെ ബാങ്കുകാരെ ജപ്തി ചെയ്തോണ്ട് പോകും. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എന്റെ ലൈഫിന്റെ പ്രശ്നമാണ്. നിങ്ങളൊന്ന് മാറുമോ? മാഡം ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്റെ കാര്യം വ്യക്തമായി പറഞ്ഞു. നാളെ കഴിഞ്ഞ് മറ്റന്നാ, അന്ന് പണം തരാം. ഞാൻ വന്നതേ നിന്നെ കാണാനാ, നിന്റെ മാനേജറെ കാണാനല്ല. കേട്ടോടി? ഹേ, മൈൻഡ് യുവർ വേർഡ്സ്. സോറി സോറി. അയ്യോ പോയോ? അടക്കരുത്. ഹേയ്, ഓപ്പൺ ദി ഡോർ. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഭർത്താവിന്റെ മരണം കഴിഞ്ഞ് 7 മാസം തികയാ ഇന്ന്. ഞാൻ മറ്റൊരു മൂഡില്ല. പ്ലീസ്. എന്ന് പറഞ്ഞ എങ്ങനാ? എടി, കഥ തുറക്കാൻ നീ ഏത് മൂഡിലോ ആയിക്കോ. അതിന് ഞാൻ എന്ത് വേണം? അവക്ക് 7 മാസം തികയാന്നു. അതിന് ഞാനെന്ത് വരടി? എനിക്ക് നാളെ ബാങ്കിൽ പൈസ അടക്കണ്ടേ? താൻ ബാങ്കിൽ പൈസ അടക്കണമെന്ന് എനിക്ക് ഒരാഗ്രഹവും ഇല്ല. അപ്പൊ നീ പൈസ തരില്ലേ? നാളെ കഴിഞ്ഞ് മറ്റന്നാ. ഇതെന്ത് ലോട്ടറി കച്ചവടോ? നാളെ കഴിഞ്ഞ് മറ്റന്നാൾ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എന്നൊക്കെ പറയാൻ. എന്റെ പൈസ തന്നിട്ട് നീ അടച്ചാ മതി. ഇല്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നീ തരില്ലേ? ഇല്ല. നിന്നെ ദുഷ്ടേ, കഥ തുറക്കടി. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടെങ്കിലും പോടി. അവിടെ മാനേജറെ ടൗണിൽ തൊലയാൻ പോയിരിക്കുന്നത്. ഒരു തെണ്ടി എന്നെ സഹായിക്കരുല്ലേ കർത്താവേ. നീ കിടന്ന മോളെ. നീ കിടയടി, കട. നിന്നെ കാണിച്ചു തരാം. I will show you. നീ തരാതെ ഞാൻ പോവില്ലടി. എന്താ ഇത്? ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. എന്താടോ? എന്താ? അല്ല, സാറ് തന്നെയാണോ ഒളിഞ്ഞു നോക്കുന്നത് അറിയാൻ വന്നതാ. ഞാൻ തന്നെയല്ല, തന്റെ അപ്പനും കൂടാ. പോടോ. എടീ, നീ ഉണർന്നു വാ. ഞാനിവിടെ കാണും. നാളെയെങ്കിൽ നാളെ, ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച, ഒരു വർഷമെങ്കിൽ ഒരു വർഷം. നിന്നെ കാണാതെ ഞാൻ പോവില്ല മോളെ. പോവില്ല ഈ സോളമൻ, പോവില്ല. അയ്യോ, എന്റെ പേരിലിരിക്കുന്നേ. അയ്യോ, ഇവിടെ ആരുമില്ലേ? എന്നെ സഹായിക്കാൻ ആരുമില്ലേ? ആരുമില്ലടാ അവിടെ. ഞാനിപ്പോ തകർക്കും. ദേഷ്യം വന്നാ എനിക്ക് കണ്ണു പോക്കി കാണുകയല്ല. ലൂക്കേ, ഞാനിവിടെ ഇല്ല. എവിടെ പോണ താൻ? ഞാൻ കുപ്പിയിലിരിപ്പുണ്ടാ? കുപ്പിയോ? ഐ മീൻ സ്മോൾ. ഇല്ല, അങ്ങനെ വരില്ലല്ലോ. എനിക്കറിയാം, മാർട്ടിൻ ഏറ്റ കുടിയനായിരുന്നു. ബോട്ടിൽ കാണാതിരിക്കില്ല. ചേട്ടനും തപ്പ്. എന്നാലും സാറിന് അന്യ വീട്ടിൽ ഒറ്റയ്ക്കാവണ്ട. താനും കുടിക്കോ എന്നല്ല ഞാൻ പറഞ്ഞത്. ദേ പോടോ, പോയെടുത്തിട്ട് പോടോ. ദേഷ്യം വന്ന നീ കണ്ണുമും കാണില്ല. നാശം പിടിച്ചിട്ട് എവിടും പരിചയം വന്നതായത്. ഇതിപ്പോ അങ്ങനെ കൂച്ചണ്ട. എന്താ വിളിക്കട്ടെ, ഇതവന്റെ നാട്ടിലൊഴിക്കട്ടെ. ബോധം കിട്ടവിടെ കിടക്കുമല്ലോ. ഇതരിക്കട്ടെ. എന്തോ നാ സാറേ ഇത്. ഒന്ന് പതുക്കെ. ഒന്നും വലിയൊരു വിധം ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടല്ലേ? അവൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന എന്റെ കുഴപ്പം കൊണ്ടാണോടോ? ഗ്ലാസ് വേണ്ട. എന്റെ കർത്താവ്. ഗോൾഡ് സ്മഗ്ലർ.
വിധവയോ? ഇവളോ? അവൾ വിധവയേ അല്ല. കണ്ടാലും തോന്നില്ല, പ്രവൃത്തിയിലും തോന്നില്ല. താനൊരെണ്ണം അടിക്കണ? വേണ്ട. ചുമ്മാ അടിയുന്നു. വേണ്ട വേണ്ട. എടീ, എന്റെ പണം കൊണ്ടുവാടി. എടി ഇറങ്ങി വാടി. ഇറങ്ങി വരാൻ. ഇറങ്ങി വാടി. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോവും. അതെന്തോന്ന്? ആരാടോ? വേറെയും കിടക്കാരോ? ഇറങ്ങി വാടി പുറത്ത്. ഇന്ന് നിന്നെ വേണോന്ന് വെച്ചാ ഇന്ന് വേണം. ഈ രാത്രി എടീ, കഥക് തുറക്കടി. തുറക്കാൻ തുറക്കടി. 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 അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ്. തുറന്നില്ലെങ്കിൽ ഇത് ഞാൻ ചവിട്ടി പൊളിക്കും. തുറക്കടി. ഇവനെ എന്നെ ശരിക്കും വേണ്ട. തുറക്കടി കഥ. നിങ്ങൾ ഇടപെടണ്ട ഇതിൽ. ഇതെന്റെ കാര്യമാണ്, ഞാൻ നോക്കിക്കോളാം. ഏയ് എന്ന് വെച്ചാ അയാള് നോ. ഈ രാത്രിയിൽ ഇവിടെ ഒരു അന്യ പുരുഷനുണ്ടെന്ന് മറ്റുള്ളവരറിഞ്ഞ അതെനിക്ക് എന്റെ വൈദവ്യത്തിന് കളങ്കമാണ്. ഓഹോ, മറ്റുള്ളവർ അറിഞ്ഞാലേ ഉള്ളൂ കളങ്കം. ഇല്ലില്ല. ഇന്നൊരു ദിവസത്തേക്ക് മതിയടി. ഒരു ദിവസത്തേക്ക് തുറക്കടി. എടി, തുറക്കാൻ. ഇവനെ എടി, കഥക് തുറക്കടി. സോഫിയ, കഥക് തുറക്ക്. സോഫിയ, കഥക് തുറക്കാൻ. നല്ല കോസ്റ്റ്യൂം. ആരാടാ നീ? എന്താ നിനക്കിവിടെ കാര്യം? ആരാന്നാ ചോദിച്ചേ? അല്ലാതെ. My name is Solomon. They call me Solomon Alexander. കിങ് സോളമൻ ഒന്നും അല്ലല്ലോ. ഒരു കിങ് ആയാൽ കൊള്ളാമെന്നുണ്ട്. ആക്കൂ. മാറടാ. എവിടെ പോണ്? ഒരെണ്ണം കീറണ നല്ല ബെസ്റ്റ് സാധനം. ഗോൾഡ് സ്മഗ്ലർ കളവൻ തന്നതാ. നിനക്ക് എന്നെ അറിയില്ല. അടി 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 അടി. ഓഹോ, എടി സോഫിയ, രഹസ്യക്കാരനെ വിളിച്ചു നിർത്തിയിട്ടായിരുന്നു നിന്റെ അഭിനയം. അങ്ങനെ വിധവ രാത്രി നാട്ടുകാർ ചോദിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. വരുത്തന്മാർക്ക് എന്തോ ആകാമല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്യൂ. വെടിക്ക് മുമ്പ് ഞാൻ ഒരെണ്ണം കൂടി അടിച്ചോ. അയ്യോ, അയാൾ തോക്കെടുത്തു. ആടി സൂസ. ഇതിലൊരുണ്ട കൂടി ബാക്കിയുണ്ട്. അത് തനിക്കുള്ളതാണ്. താനെന്നെ ഒലക്കി കഴിക്കൂല്ലടോ. അത് ഞാൻ പറഞ്ഞ തമാശക്ക് മാഡത്തിന് രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാ. ആ, മാടത്തിനെ രക്ഷിക്കാൻ ഒലക്കയല്ല തോക്കാ വേണ്ടത്. പിടിക്കടോ. അകത്തോണ്ട് വയ്ക്കേ. തന്റെ ഒലക്കയല്ല പൊട്ടും. സൂക്ഷിച്ച്. പിടിക്കണ്ട. കൊന്നില്ല. ഒന്ന് വിരട്ടി വിട്ടു. ഇതില് ഒരു തിരയേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആകാശത്തേക്ക് ഫയർ ചെയ്തു. ആദ്യമായിട്ടാണ് തോന്നുന്നു ഡിസൂസ തോക്കിന്റെ വെടിവെച്ച് കേൾക്കുന്നത്. അപ്പോഴേ വലിഞ്ഞു. വെറുതെ ഉണ്ടയില്ലാത്ത തോക്കുമായി നടക്കുക നാട്ടുകാരെ പറ്റിക്ക്. അല്ല, നന്നായി വെടിവെക്കാൻ അറിയാവുന്ന ഒരുത്തനുമില്ലാന്ന് വെച്ചാൽ ഈ താഴ്വാരത്ത്. മാഡം, പക്ഷെ ഞാൻ അങ്ങനല്ല. I'm an expert with a gun. A perfect shooter. അല്ല, മാഡം ഒന്നും പറഞ്ഞില്ല. ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തിട്ടും ഒരു നന്ദിയോ എന്റെ പണത്തിന്റെ കാര്യമോ ഒന്നും. ഇത് വലിയ ശല്യമായല്ലോ. പണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നാളെ കഴിഞ്ഞ് മറ്റന്നാ. വീണ്ടും ഇതായി പെണ്ണുങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്തു കൊടുക്കരുന്ന് വിവരമുള്ളവര് പറയുന്നു. ഒരു പെണ്ണിനെയും വിശ്വസിക്കാൻ കൊള്ളൂല. ഒറ്റയാണത്തിനെ എല്ലാം വഞ്ചികളാ. എല്ലാം എല്ലാം. നിങ്ങൾക്ക് സ്ത്രീകളെ കുറിച്ച് എന്തറിയാം? വഞ്ചികളാണ്. മാഡം, ഞാൻ പറയുന്നത്
ഒന്നും അറിയില്ല. ഇൽമാനഡ് ഫെലോ. ഏയ് കഥ കടക്കരുത്, കഥ കടക്കരുത്. ഓപ്പൺ ദ ഡോർ. നോ. ഓപ്പൺ ദ ഡോർ. നോ. എടാ ലൂക്ക, ലൂക്ക ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പന്തോ? പന്ത് കളിക്കാൻ പറ്റിയ പ്രായം. അത്ര പെട്ടെന്ന് ഉറങ്ങിപ്പോയോ? ഉറങ്ങുന്നവരെ ഉണർത്താം, പക്ഷേ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ ഇനിയുള്ള മാർഗം. വയസ്സായിട്ടും കിളി മാറിയില്ല. നേരം എടുക്കാറായി, ഇനിയൊന്നും ഉറങ്ങാൻ സമ്മതിക്കത്തില്ലെന്ന് വെച്ചാ. ഉറങ്ങാം ഹൂക്കയ്ക്ക്. ലൂക്കയ്ക്ക് സുഖമായി ഉറങ്ങാം. പക്ഷെ എനിക്ക് പണം വേണ്ടേ? അത് വേണം. ആ ഡിസോസി ഒതുക്കാൻ വളരെ ഈസി. പക്ഷെ ഇവള് ഇത്തിരി പാടാണല്ലോ ലൂക്ക. എന്നാ പിന്നെ പോകരുതോ സാറേ? പറ്റില്ലല്ലോ. പണം പണം വേണ്ടേ? പറയൂ ലൂക്ക, നിന്റെ യജമാനത്തിന്റെ വീക്ക്നെസ് എന്താ? എനിക്കറിയില്ല. അത് കള്ളം. ഇത്രയും കാലം കൂടെ നടന്നിട്ടും എന്താ അവളുടെ പേര്? സോഫിയ. സോഫിയ. സോഫിയുടെ വീക്ക്നെസ് എന്താന്ന് അറിയില്ല അച്ഛാ? പറയടോ. ഞാൻ എന്താ പറയുക? വീക്ക്നെസ് എന്ന് പറഞ്ഞാ മാർട്ടിൻ സാർ തന്നെയാ. പിന്നെ ആ കുതിര ടോബി. അതല്ലാതെ മറ്റൊന്നും തോന്നുന്നില്ല എനിക്ക്. ശരി, ലൂക്ക് ഉറങ്ങിക്കോ. ഇനി ഇവിടെ എന്ത് സംഭവിച്ചാലും ഞാൻ പറയാതെ ഉണരരുത്. ഉണർന്ന പിന്നെ ഉറങ്ങേണ്ടി വരില്ല, കേട്ടല്ലോ? ഇതായിരിക്കണം തന്റെ പന്ത്. കെട്ടിപ്പിടിച്ചുറങ്ങ്. സോഫിയ, സോഫിയ, നീ കിടന്നോ? ഞാൻ ഇറങ്ങുവാ. നിനക്കിഷ്ടമുള്ളപ്പോ നീ എനിക്ക് പൈസ തന്നാ മതി. പക്ഷേ ഒരു ഫോട്ടോ നിന്നെ ഏൽപ്പിക്കാനുണ്ട്. പണ്ടൊരു ഹോഴ്സ് റേസിന് എടുത്തതാ. നിങ്ങളുടെ കുതിര ടോബിയുടെ പുറത്ത് മാർട്ടിൻ ഇരിക്കുന്ന ചിത്രം. കഥ തുറന്ന അത് തന്നിട്ട് പോവായിരുന്നു. വേണ്ടെങ്കി വേണ്ട. ഓക്കേ then, ഞാൻ പോവാ. ഫോട്ടോ മണ്ണാൻ കട്ട. നീ നേരത്തെ എന്തോ പറഞ്ഞേ? എനിക്ക് സ്ത്രീകളെ കുറിച്ച് എന്തറിയാവുന്നല്ലേ? പറഞ്ഞുതരാം. ഇരിടി അവിടെ. മിണ്ടിപ്പോരുത്. ഇവിടെ ഇപ്പോ നമ്മൾ രണ്ടുപേരും മാത്രം. എനിക്ക് സ്ത്രീയെ കുറിച്ച് എന്തറിയാവുന്നല്ലേ? ഇങ്ങോട്ട് നോക്കി. ഈ പ്രേമമില്ലേ പ്രേമം, ആ പ്രേമം കൊണ്ട് ക്രിക്കറ്റ് കളിച്ചവനാ ഞാൻ. എത്രയോ ബൗണ്ടറികൾ, സിക്സറുകൾ, സെഞ്ചുറികൾ. അങ്ങനെ 12 പെണ്ണുങ്ങൾ എന്നെ പ്രേമിച്ച് വഞ്ചിച്ചു. 9 എണ്ണത്തിനും ഞാനും വഞ്ചിച്ചു. അതോടെ ഞാൻ നിർത്തി എല്ലാം. പ്രേമമേ വിട. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരൊറ്റ വർഗമേ ഉള്ളൂ ഈ ഭൂലോകത്ത്, പെണ്ണുങ്ങൾ. നാരികൾ വിശ്വവിപത്തിന്റെ നാരായവേരുകൾ എന്നല്ലേ? വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെയെങ്കിലും നിനക്ക് കാണിച്ചു തരാൻ സാധിക്കോ? ഓഹോ, നോക്ക്, ആ കണ്ണാടിയിലേക്ക് നോക്ക്. വിശ്വസ്തയായ ഒരു സ്ത്രീയാ ആ കാണുന്നത്. സോഫിയ, മാർട്ടിന്റെ വിധവ. വിശ്വസ്തയായ സ്ത്രീ നീയോ? സ്റ്റോപ്പ് ഇറ്റ്. ഈ കണ്ണാടിയിൽ കാണുന്ന നിന്റെ രൂപം ഒരു സത്യമാണ്. അതിനെ നോക്കി ആത്മാർത്ഥമായി നിനക്ക് പറയാനാവോ നീ വിശ്വസ്തയായ സ്ത്രീയാണെന്ന്? സോളമൻ, പറ്റില്ല മോളെ. നിനക്കെന്നല്ല, ഈ ലോകത്തൊരു സ്ത്രീക്കും പറ്റില്ല. കാക്ക വേണമെങ്കിൽ മലന്ന് പറക്കാം, കുതിരയ്ക്ക്, നിന്റെ ടോബിക്ക് ചിറക് മുടക്കാം. പക്ഷേ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പെണ്ണും ഈ ഭൂലോകത്തുണ്ടാവില്ല മോളെ. പിന്നെ ആരെയാ വിശ്വസിക്കാൻ കൊള്ളാവുന്നത്? പുരുഷനെ ഞാൻ വെറുക്കുന്നു ആ വേർഡ് പോലും. I hate all men. വഞ്ചനയുടെ പ്രതീകമാണ് പുരുഷൻ. But how? എങ്ങനെ സോഫിയക്ക് ഇത് പറയാൻ കഴിയും? പുരുഷന്റെ വഞ്ചനയുടെ ഹിസ്റ്ററി പറയാൻ എനിക്ക് മറ്റൊരു എക്സാമ്പിൾ ആവശ്യമില്ല.
എന്റെ ഭർത്താവിനെ കുറിച്ചുള്ള ബ്ലാക്ക് മെമ്മറീസ് മാത്രം മതി. യു മീൻ മാർട്ടിൻ? യെസ്, ഹി വാസ് എ ചീറ്റ്. ഓ. വിവാഹം കഴിഞ്ഞ ഞാൻ അറിയുന്നത് മാർട്ടിന് ഞാൻ മാത്രമല്ല ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്ന കൂട്ടിനെന്ന്. ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത മാർട്ടിന്റെ മുഖം ഇപ്പൊ ഞാൻ ഓർക്കുന്നത് മാർട്ടിൻ എനിക്ക് നൽകിയ വേദനകളല്ല, വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ അയാളുമായി പങ്കുവച്ച കുറെ നല്ല നിമിഷങ്ങളെ കുറിച്ചാണ്. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ബട്ട് മാർട്ടിൻ എന്ന പുരുഷൻ, he was a cheat. ഇനി നിങ്ങൾ പറയൂ, ആരെയാ വിശ്വസിക്കാൻ കൊള്ളാവുന്നത്? ഞാൻ എന്ന സ്ത്രീയെയോ അതോ മാർട്ടിൻ എന്ന പുരുഷനെയോ? പറയൂ, ആരെയാ വിശ്വസിക്കാൻ കൊള്ളാവുന്നത്? രണ്ടാളെയും വിശ്വസിക്കാൻ കൊള്ളൂല. രണ്ടാളെ? അപ്പൊ എന്നെയും? പിന്നല്ലാതെ. വിശ്വസ്തയായ വിധവയ്ക്ക് എന്തിനാ മോളെ ലിപ്സ്റ്റിക്? കണ്ടോ, ഒട്ടും ഉണങ്ങിയിട്ടില്ല. കണ്ടോ കൈവിരലുകളിൽ നെയിൽ പോളിഷ്. നീ കുറച്ചു മുമ്പ് പൗഡർ ഇട്ടില്ലേടി, നല്ല മണം. ഒരു വിധവയ്ക്ക് എന്തിനാ മോളെ ഈ ചമയങ്ങളൊക്കെ? മുഖത്തെ പൗഡറൊക്കെ തുടച്ചു മാറ്റാം, പക്ഷെ മനസ്സ് തുടച്ചളയാൻ പറ്റുമോ? ഞാൻ കണ്ട് നേരത്തെ മുറിയടച്ചിരുന്ന് ഒരുങ്ങണം. നീ എന്റെ പൈസ, ഞാൻ പോവാം. എന്റെ 2.5 ലക്ഷം രൂപ ഞാൻ പോവാം. ഓ, എന്താ പറ്റിയത്? ചത്തോ അതോ തിന്നോ? അവൻ രണ്ടും കൽപ്പിച്ചു. ഇയാളെ പിടിച്ച് പുറത്താക്കണം. അത് പിന്നെ ഞാൻ തന്നെ ചെയ്യണോ മാഡം? എടോ, ഇയാളെ പിടിച്ച് പുറത്താക്കാൻ. ഓ സാർ, സമയം ഒരുപാടായി. ഉറക്കം കാണുമെന്നറിയാം. താഴെയാണെങ്കിൽ ഒരു കട്ടിൽ ഒഴിഞ്ഞു കിടക്കുക. ഞാൻ തറ കിടന്നോളാം. ഓ, എണീക്കടോ സാർ. എഴുന്നേക്കാൻ. അല്ല, അത് പിന്നെ സാർ. താങ്ക് യു. അതെ, പുള്ളിക്കാരന് നല്ല ക്ഷീണം കാണും. കുറച്ചു നേരം കിടന്നോട്ടെ. തന്നെ കൊണ്ടാവില്ലെങ്കിലേ പോയി പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ചോണ്ട് പാടോ കഴുതേ. നീ ആരെ വേണേലും വിളിച്ചോണ്ട് പോവാ. ഇവിടെ എല്ലാരും അറിയട്ടെ നീ എനിക്ക് പണം തരാനുണ്ടെന്ന്. പണം തരാതെ ഞാൻ പോവില്ല സോഫിയ. തരില്ല, ഒരു ചില്ലി കാശ് പോലും തരില്ല. നീ തരില്ല? തരില്ല. ഇല്ലേ? ഇല്ല. ദേ, നിന്റെ ഭർത്താവോ കാമുകനോ ആവാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ പണം തരാത്ത സ്ഥിതിക്ക് അത് ഞാൻ ആലോചിക്കും. കണ്ടടി കള്ളി വിധവേ. കൊരങ്ങൻ. ഇത് നിന്റെയാ? നിന്റെയാ? ഓക്കെ, ഗുഡ്. ഗുഡ് നൈറ്റ്. കാട്ടുമാക്കാൻ നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാടാ, കാണ്ടാമൃഗമേ. അത്രയ്ക്കായോ? Get up! Get up! I'll shoot you! സോഫിയ, കൊല്ലും. ഇപ്പൊ ഈ നിമിഷം ഈ മുറി വിട്ടു പോയിക്കോ. കൊല്ലും ഞാൻ. സോഫിയ, അത് പൊട്ടും തോക്കാണ്. എങ്കി ഇറങ്ങിപ്പോ ഈ നിമിഷം. I'll shoot you. Okay, come on, shoot. എവിടെയാ നിനക്ക് വെടിവെക്കേണ്ടത്? തലയിലോ നെഞ്ചിലോ? എവിടെയാ വെടിവെക്കേണ്ടത്? എങ്ങനെ വേണമെങ്കിലും വെടിവെക്കാം. ഏത് പോസിൽ വേണമെങ്കിൽ ഞാൻ നിന്ന് തരാം. Come on, shoot me. എന്നാലും പണം തരാൻ ഞാൻ പോകത്തില്ല മോളെ. Come on, fire. എന്ത് പറ്റി? എനിക്ക് വെടിവെക്കാൻ അറിയില്ല. അയ്യേ, ഇവരെന്തൊരു ഭർത്താവായി മാർട്ടിൻ. സ്വന്തമായിട്ടൊരു തോക്കുണ്ടായിരുന്നിട്ടും ഭാര്യയെ വെടിവെക്കാൻ പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ കഷ്ടം. സോഫിയ, നിന്നോട് എനിക്കിപ്പോ ബഹുമാനം തോന്നുക. സുന്ദരി മാത്രമല്ല നീ, തന്റെയോടുള്ള പെണ്ണാ നീ. ഒരുക്കാ നീ, ഒരുക്ക്. തോൽക്കാൻ ഇഷ്ടമില്ലാത്ത നിന്റെ ഈ മനസ്സുണ്ടല്ലോ, റിയലി ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. എന്നാലും വെടിവെക്കാൻ അറിയില്ല എന്നൊരു കുറവ് ഈ സുന്ദരിക്കള്ളിക്ക് വേണ്ട. ഞാൻ പഠിപ്പിച്ചത്. എന്നിട്ട് നീ എന്നെ ഇഷ്ടം പോലെ വെടിവെച്ചോളൂ. യുനോ, നിന്റെ ഭർത്താവിനെ പോലെയല്ല ഞാൻ. ഐ എം എ പെർഫെക്റ്റ് ഷൂട്ടർ. Come on, teach me how to fire. വെടിവെക്കാൻ ഞാൻ പഠിച്ച അടുത്ത നിമിഷം നിന്റെ മരണം ഉറപ്പാ.
Okay, I'll teach you. I'll teach you how to fire. വെൽവെറ്റ് പോലെ മൃദുലമായ നിന്റെ ഈ കനാകുലികൾ ഒരൽപ്പം മുകളിലേക്ക് വരുത്തി. അങ്ങനെ എന്താ? അല്ല, ഈ തോക്കുകൾ തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട്. ഇത് മനോഹരം. ദേ, ഇങ്ങനെ പിടിച്ച്. എന്നിട്ട് പതിയെ, വളരെ പതിയെ ഈ കണ്ണുകളൊന്നും അടയ്ക്കാം. ഐ ലവ് യു സോഫിയ. നിന്നെ പോലെ ക്യാരക്ടറുള്ള ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഐ ലവ് യു. എന്തൊരു കണ്ണുകളാ. അല്ല, തോക്കിന്റെ ഓരോ കണ്ണുകളെ. ഇനി പതുക്കെ മുൻഭാഗം ഇങ്ങനെ ഉയർത്തി. ഈ കറുത്ത മറകില്ലേ, അതാണ് ഏറ്റവും സുന്ദരം. തോക്കിന്റെ അയ്യോ, മുന്നോട്ട് പോലെ എങ്ങനെ, പിന്നിലേക്ക് അങ്ങനെ. ഇപ്പൊ കറക്റ്റാ. ഇനി ഈ വിരല കൊണ്ട് ഈ കോച്ച് സ്ഥാനത്തുനിന്ന് അമർത്തിയേ. ഇതാണ് ട്രിഗർ. തോക്കിന്റെ മർമ്മം, കറുത്ത മറക്ക്. ഇനി പതുക്കെ അതിലൊന്ന് അമർത്തിയേ. എക്സൈറ്റഡ് ആവരുത്, മാറിക്കളയരുത്. പൊസിഷൻ മാറും. ലക്ഷ്യം മാത്രം മനസ്സിൽ, ലക്ഷ്യം മാത്രമേ ഉണ്ടാവൂ. ഇങ്ങനെ. I'll shoot you. Just wait. ഇതെടുത്തോളൂ. ആയുധമില്ലാത്ത ഒരാളോട് ഫൈറ്റ് ചെയ്യാൻ എന്ത് ത്രില്ല്. Come on, shoot me. നമ്മൾ പരസ്പരം വെടിവെക്കുന്നു. ഒരാളുടെ മരണം ഉറപ്പാ, ആരുടേതുമാവാം. എന്നെ ഇൻസൾട്ട് ചെയ്ത് നീ ജീവിച്ചിരിക്കാൻ പാടില്ല. Come on, let us shoot. Come on, shoot me. നമ്മൾ ഒരാൾ മതി. Come on. No, I won't. Why? Because I love you. You love me? Get out. പോവാം. പക്ഷേ സോഫിയ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ആം സീരിയസ്. ഒരുപാട് പ്രണയകഥകളുടെ നായകനായിരുന്നു ഞാൻ ഒരിക്കൽ. വെറുതെ ഒരു തമാശയ്ക്ക്. ഏർലി 20s സിലി റൊമാൻസ്. ബട്ട് നൗ ഐ ആം സീരിയസ്. ആദ്യമായിട്ട് ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുക. നിന്നെ മനസ്സുകൊണ്ട്. Stop it. I challenge you. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാണ്. ഇല്ല സോഫിയ, എനിക്ക് നിന്നെ ഫയർ ചെയ്യാൻ പറ്റില്ല. പ്രേമത്തോട് വിട പറഞ്ഞിറങ്ങിയവനാ ഞാൻ. പക്ഷേ ഇപ്പൊ ഞാൻ അതേ കെണിയില്ല. എന്റെ ചങ്കി തെറിച്ചുപോയി ഈ ബുള്ളറ്റ്. Go away. സോഫിയ, നിന്റെ ഒരു വാക്ക് മതി. ഈ നിമിഷം ഞാൻ നിന്നെ കൊണ്ടുപോകും. ബാങ്കുകൾ എന്ത് വേണോ ജപ്തി ചെയ്തുകൊണ്ട് പോയിക്കോട്ടെ. പക്ഷേ നിന്നെ പോറ്റാൻ, നിനക്ക് സെക്യൂരിറ്റി തരാൻ എനിക്ക് കഴിയും. വെറുതെ അല്ല, ഹൃദയം കൊണ്ടാ ഞാൻ പറയുന്നത്. ഐ ലവ് യു. സോഫിയ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, ഇഷ്ടമില്ലെന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങുക. ഇനി ഒരിക്കലും നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല. ഗുഡ് ബൈ. നിൽക്കൂ. എന്താ? ഒന്നുമില്ല, പൊയ്ക്കോളൂ. ഒരു നിമിഷം. നോ, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. പൊയ്ക്കോളൂ.
നാശം, ഈ കുന്തം പിടിച്ച് എന്റെ കയ്യും കഴിച്ചു. പോകരുത്. എന്തിനാ നിൽക്കുന്നേ? ഗെറ്റ് ഔട്ട്. ഓക്കെ, ഇനി പുറകെ വിളിക്കരുത്. ഗുഡ് ബൈ. പോട്ടെ, എല്ലാവരും പോട്ടെ. പോകരുത്, പോകരുത്. നിങ്ങൾ ഇതുവരെ പോയില്ലേ? എന്തോ? ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം, എനിക്കെപ്പോഴോ തോന്നിയൊരിഷ്ടം. രാഗമായി അത് താളമായി, നീ എനിക്കാത്മാവിൻ ദാഹമായി, ശൂന്യമാമിൻ ഏകാന്തതയിൽ പൂവിട്ടൊരനുരാഗമായി, നീയൊരു സ്നേഹവികാരമായി, ഒന്നിനുമല്ലാതെ. മനസ്സിലെ നവരത്ന വിളക്കിൽ നീ കൊളുത്തി മധുര സ്മരണതൻ തിരികൾ. മനസ്സിലെ നവരത്ന വിളക്കിൽ നീ കൊളുത്തി മധുര സ്മരണതൻ തിരികൾ.